ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. 1.5 ലക്ഷം ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച രാത്രി നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ 800-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വീണ സനു ചേരുന്നുണ്ട് ചോറ്റാനിക്കരയിൽ നിന്നും. വീണ സനു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് അവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നേരെ ചോറ്റാനിക്കരയിലേക്ക് എത്തി. ചോറ്റാനിക്കരയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ചടങ്ങുകൾ? അവിടെ ഭക്തരൊക്കെ എങ്ങനെ, എല്ലാവരും എത്തിയോ? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ന് ചോറ്റാനിക്കര മകമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 ശേഷം വരെ ദർശനമുണ്ട്. പക്ഷെ തിരക്ക് കണ്ടിട്ട് വൻ ഭക്തജന തിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 9:30 മണി എന്ന് പറയുന്നത് വീണ്ടും കൂടാനുള്ളൊരു ദർശന സമയം കൂടാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ 800-ലധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അത്രയധികം തിരക്ക് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചോറ്റാനിക്കര അമ്മയെ ഇവിടെ സരസ്വതി ദേവിക്കൊക്കെ പ്രാധാന്യമുള്ള ഓണക്കുറ്റി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് മറ്റ് പൂജാതി കർമ്മങ്ങൾക്കായിട്ട് ചോറ്റാനിക്കരമ്മയെ വാദ്യമേളങ്ങളോടുകൂടി അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി തിരിച്ച് ഏകദേശം 8:30 മണിയോടുകൂടി തന്നെ ശീവേലിയോടുകൂടി തന്നെ ഇവിടെ കാഴ്ച ശീവേലി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നടയടയ്ക്കും. തുടർന്ന് 1:30 മണിക്ക് ഒരു നടയടപ്പ് പൂജയുണ്ട്. അതിനുശേഷം 2 മണിക്ക് നട തുറക്കുമ്പോഴാണ് യഥാർത്ഥ മകം തൊഴൽ ആരംഭിക്കുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിഞ്ഞ 3 ദിവസം മുമ്പ് മുതൽ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ സീറ്റ് പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്രയധികം വിശ്വാസത്തോടു കൂടി ഭക്തജനങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് ഇന്നേ ദിവസം ചോറ്റാനിക്കരയിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ധാരാളം പോലീസുകാരുണ്ട്. നമുക്ക് അവരുടെയൊക്കെ കൂടുതൽ വിവരങ്ങളും അവരുടെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് ചില പോലീസുകാരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെന്തെല്ലാം ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ടെന്ന്. സാർ, ഇപ്പം ചോറ്റാനിക്കര മകമാണ്. ഭക്തജനത്തിരക്ക് വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാ കൊല്ലവും ഉള്ളതാണ്, പക്ഷെ ഇത്തവണ കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? പോലീസിൻ്റെ പറഞ്ഞുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര പോലീസുകാരുണ്ട് ആകെ മൊത്തം? അത് കൃത്യമായിട്ട് അറിയില്ല. അവരുടെ ഓഫീസർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. താങ്കളിപ്പം ഈ ഒരു മകം തൊഴലിന് അല്ലെങ്കിൽ ഇത്ര ഒരു ഡ്യൂട്ടിക്ക് വരാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര കാലമായി? ഞാനൊരു 10 വർഷത്തിനുള്ളതായി ഡ്യൂട്ടിക്കാരൻ. അപ്പോൾ അങ്ങനെയാണ്. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സംസാരിച്ച അദ്ദേഹം 10 വർഷക്കാലത്തോളമായിട്ട് ഈ മകം തൊഴലിന് കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട് എന്നാണ്. ഈ ഭക്തജനങ്ങളൊക്കെ തന്നെയാണെങ്കിലും 2 മണിക്കുള്ള ഈ മകം തൊഴലിന് വേണ്ടിയിട്ടാണ് അവർ ഈ രാവിലെ മുതൽ ഈ ക്യൂ നിൽക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭക്തിസാന്ദ്രമായ രീതിയിൽ ആ മകം തൊഴൽ അവർക്കത് കണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. നമുക്കൊരു മകം തൊഴാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചേച്ചിയുടെ പ്രതികരണം നമുക്ക് നോക്കാം. എത്ര കൊല്ലമായി ഇവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ചേച്ചി, എത്ര കൊല്ലമായി ഇവിടെ? രണ്ടാമത്തെ പ്രാവശ്യം. എവിടെയാ സ്ഥലം? എടപ്പള്ളി. അപ്പം ഇവിടെ അടുത്തുനിന്നാണ് വരുന്നത്? ഇവിടെ അടുത്താണ്. അപ്പം എന്താ അതിരാവിലെ പോകുന്നത്? രാവിലെ പോകുന്നത് ഇത് ആറ്റുകാലിൽ പോകാനാണ്. ഇത് കഴിഞ്ഞ് ഇനി നേരെ ആറ്റുകാലിൽ പോകും. ആറ്റുകാലും എപ്പോഴും പോകുന്നതാണോ? എല്ലാ കൊല്ലം? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ആറ്റുകാൽ ആദ്യമായിട്ടാണ്. പക്ഷേ ചോറ്റാനിക്കര മകത്തിന് ഇത് 2ാം കൊല്ലമാണ്. എടപ്പള്ളിയിൽ നിന്ന് വന്നൊരു സ്വദേശിനിയാണ് നമ്മളോടിപ്പോൾ പ്രതികരണം നടത്തിയത്. എന്തായാലും റോഷ്നി, എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ ഒരു 8:30 മണിയോടുകൂടി തന്നെ കാഴ്ച ശീവേലി ഇങ്ങോട്ട് കയറും. അതിനുശേഷം നടയടയ്ക്കും. നടയടച്ച് 1:30 മണിക്കൊരു പൂജയുണ്ട്. അതിനുശേഷം 2 മണി മുതൽ രാത്രി 9:30, 9:45 വരെ ദർശന സമയം. പക്ഷേ തിരക്കനുസരിച്ച് ആ ദർശന സമയം വീണ്ടും നീളാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. റോഷ്നി. ശരി, വീണ സരുവാണ് ചോറ്റാനിക്കരയിൽ നിന്ന് അവിടെയുള്ള വിവരങ്ങൾ നൽകിയത്. ചോറ്റാനിക്കരയിൽ മകം തൊഴൽ, ആറ്റുകാലിൽ പൊങ്കാല, അങ്ങനെ കൂടുതൽ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്.